ഹായ് ഫ്രണ്ട്സ്, കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാമൊക്കെ വാഹനങ്ങളുമായി യാത്ര പോകാറുള്ളവരാണല്ലോ പലപ്പോഴും. അപ്പോഴൊക്കെ നമുക്ക് ഈ വാഹന പാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയായി മാറാറുണ്ട്. എന്നാൽ ചിലരൊക്കെ കണ്ണിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ എവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പ്രവണത പലരുടെയും ഭാഗത്തു നിന്നും നാം കാണാറുണ്ട്. ഉദാഹരണത്തിന് വീടുകളുടെ ഗേറ്റിന് മുമ്പിൽ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോവുക, അതുപോലെ സീബ്ര ക്രോസിങ്ങിൽ പാർക്ക് ചെയ്യുക, അതുപോലെ ഫുട്പാത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തിനേറെ പറയുന്നു, വാഹനങ്ങൾക്ക് മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത വിധം റോഡിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതിന് മുൻപിൽ നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവരെയും നാം കാണാറുണ്ട്. ഇതുപോലുള്ള അനധികൃതമായ പാർക്കിംഗ് നടത്തുന്നവരെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്നതിന് ഈ ചാനൽ ഷെയർ ചെയ്യുക. അനധികൃത പാർക്കിങ്ങിനെ സംബന്ധിച്ച് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സമയം പോലെ നിങ്ങളതൊന്ന് കാണുന്നത് നന്നായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പൊതുവെ വീതി കുറഞ്ഞ റോഡുകളാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകും. അതുപോലെ ഫുട്പാത്തുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുമെന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ പല ആൾക്കാരും സീബ്ര ക്രോസിങ്ങിൽ തന്നെ വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാർക്ക് അല്ലെങ്കിൽ റോഡ് കുറുകെ കിടക്കുന്നവർക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ധാർമ്മിക രോഷം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ധാർമ്മിക രോഷം നമ്മളെ കടിച്ചമർത്തുകയാണ് പതിവ്. എന്നാൽ ഇതിനൊരു പരിഹാരം, അനധികൃത പാർക്ക് ചെയ്യുന്നവരെ അവർക്കെതിരെ നമുക്ക് പരാതി അവരറിയാതെ തന്നെ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനത്തെപ്പറ്റിയാണ് പറയുന്നത്. അനധികൃതമായ പാർക്കിംഗ് മാത്രമല്ല, മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങളുടെയും ഫോട്ടോയോ വീഡിയോയോ, സംഭവം നടന്ന സ്ഥലം, താലൂക്ക്, ജില്ല എന്നീ വിശദാംശങ്ങൾ കൂടി ചേർത്ത് എൻഫോഴ്സ്മെൻറ്റ് RTOമാരെ അറിയിക്കാവുന്നതാണ്. വിവരങ്ങൾ നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിയമലംഘനം നടത്തുന്ന വാഹനത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കാണത്തക്ക രീതിയിൽ വേണം ഫോട്ടോയോ വീഡിയോയോ എടുക്കേണ്ടത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് RTOമാരുടെ വാട്സാപ്പ് നമ്പർ ഓരോന്നായി പറയുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. തിരുവനന്തപുരം 9188961001, കൊല്ലം 9188961002, പത്തനംതിട്ട 9188961003, ആലപ്പുഴ 9188961004, കോട്ടയം 9188961005, ഇടുക്കി 9188961006, എറണാകുളം 9188961007, തൃശ്ശൂർ 9188961008, പാലക്കാട് 9188961009, മലപ്പുറം 9188961010, കോഴിക്കോട് 9188961011, വയനാട് 9188961012, കണ്ണൂർ 9188961013, കാസർഗോഡ് 9188961014. എന്താ ഇനി ഇതുപോലുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ കാണുമ്പോൾ രോഷം കൊള്ളാതെ
വിവരം എൻഫോഴ്സ്മെൻറ്റ് RTOമാരെ അറിയിക്കുകയല്ലേ. ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KB മോഹനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നതിന് അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക.